ഇന്ത്യയിൽ സാർവത്രിക വോട്ടവകാശം അനുവദിക്കുന്നതിന് എതിരായിരുന്നു RSS. ദരിദ്രരും നിരക്ഷരരുമായ ജനതയ്ക്ക് വോട്ടവകാശം അനാവശ്യമാണെന്ന നിലപാടായിരുന്നു RSSൻ്റേത്. രാജ്യം 18ാമത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇക്കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ RSSന്റെ പങ്ക് എല്ലാവർക്കും അറിയാം, വട്ടപൂജ്യം. എന്നാൽ ഇന്ത്യയുടെ വിഭജനത്തിൽ അവർക്ക് പങ്കുണ്ട്. മുഹമ്മദ് അലി ജിന്ന നിർവഹിച്ച അതേ പങ്ക്. ഗാന്ധിവധത്തിലാകട്ടെ നേരിട്ടുള്ള പങ്കും. 1948 ജനുവരി 30 ഗാന്ധിവധത്തെ തുടർന്ന് RSS ആസ്ഥാനത്ത് നടത്തിയ പോലീസ് റെയ്ഡിലാണ് ഇന്ത്യയിൽ വരാനിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ RSS നടത്തിയ ഗൂഢാലോചനയുടെ രേഖകൾ പിടിച്ചെടുത്തത്. 1945 തന്നെ, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കാൻ RSS ആസൂത്രണമിട്ടതിന്റെ നോട്ട്ബുക്കുകൾ ഉൾപ്പെടെ അന്നത്തെ പോലീസ് റിപ്പോർട്ടിലുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച് നെഹ്റു പ്രധാനമന്ത്രിയായതിനു ശേഷം പ്രഖ്യാപിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ RSS പരസ്യപ്പെടുത്തിയ നിലപാട് അക്കാലത്ത് ഭരണം പോയ ചില നാട്ടുരാജാക്കന്മാരിൽ നിന്ന് ഭിന്നമല്ലെന്നാണ് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതിയത്. പരമദരിദ്രരും നിരക്ഷരരുമായ ജനതയ്ക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ആരെ തിരഞ്ഞെടുക്കണമെന്നോ അറിയില്ലെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരിഹാസ്യമാണെന്നുമായിരുന്നു നാട്ടുരാജാക്കന്മാരുടെ നിലപാട്. തങ്ങളുടെ ഹിന്ദുരാഷ്ട്ര സ്വപ്നം നടക്കാതെ പോയ RSSും അതുതന്നെയാണ് ആലപിച്ചത്. സാർവത്രിക വോട്ടവകാശം ഏർപ്പെടുത്തിയതിലെ പരാജയം പണ്ഡിറ്റ് നെഹ്റുവിന് പിന്നീട് ഏറ്റുപറയേണ്ടി വരുമെന്നാണ് RSS മുഖപത്രമായ ഓർഗനൈസർ എഴുതിയത്. എന്നാൽ RSS വ്യാമോഹങ്ങൾ വൃഥാവിലാക്കി ആദ്യ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയമായി. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെയും 17 തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇപ്പോൾ നടന്നുവരുന്ന 18ാമത് തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും അധികാരത്തിലേറിയാൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളെ ഉണ്ടാകില്ലെന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പറക്കാല പ്രഭാകറാണ്. അങ്ങനെയെങ്കിൽ RSSന് വീണ്ടും തങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്തെ അജണ്ടകൾ പൊടിതട്ടിയെടുക്കാം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.